റമീസിലേക്ക് പോവുകയാണ്. കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ. മലബാർ ഓണത്തിൻ്റെ വിശേഷങ്ങളുമായി റമീസ് ഇപ്പോൾ കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. റമീസ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് സുലേഖയാണ് ഉണ്ടായിരുന്നത്, കേട്ടിട്ടുണ്ടാകും. സുലേഖ വളരെ വിഷമത്തോടു കൂടിയാണ് പറയുന്നത് മലബാർ ഓണം മിസ്സായി എന്നുള്ളത്. കാരണം നോൺ വെജിറ്റേറിയൻ സദ്യ അതൊന്നും ലഭിക്കാത്തതിൻ്റെ ഒരു ചെറിയ വിഷമം ഇപ്പോൾ സുലേഖ പങ്കുവച്ചു. എന്താണ് മലബാറിലെ ഓണവിശേഷങ്ങൾ റമീസിന് പങ്കുവയ്ക്കാനുള്ളത്? കാവ്യ, വടക്കൻ കേരളത്തിലും ഓണാഘോഷത്തിൻ്റെ ആ ഒരു തിരക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. എല്ലാവരും രാവിലെ തന്നെ പൂക്കളം ഇടുന്നതിൻ്റെ ഒരു തിരക്കിലൊക്കെ വീടുകളൊക്കെ ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഇനി സദ്യ, അതാണ് വടക്കൻ കേരളത്തിലെ ഏറ്റവും സ്പെഷ്യൽ നോൺ വെജിറ്റേറിയൻ സദ്യ. അത് വടക്കൻ കേരളത്തിന് ഓണത്തിന് മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. ആ ഒരു തിരക്കിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ വീടുകളിൽ ഒക്കെ തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. നമ്മളെയൊക്കെ തിരുവോണത്തിന് പലരും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അതിന് പോകാനുള്ളൊരു തിരക്കും കൂടിയാണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ പരിസരത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്, ഓണം ആഘോഷിക്കുന്ന വീടുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ തന്നെ ആ ഒരു തിരക്കിൻ്റെ ആ ഒരു ഒച്ചപ്പാട് അത് നമുക്കിപ്പോൾ തന്നെ കേൾക്കാൻ കഴിയും. എന്തായാലും ആ ഒരു വിഭവ സമൃദ്ധമായ സമ്പൽ സമൃദ്ധിയോട് കൂടിയ ഓണാഘോഷത്തിലേക്ക് കേരളം വീണ്ടും വന്നിരിക്കുകയാണ്. തിരുവോണ നാളിൽ എല്ലാവരും ഓണം മറ്റ് ആദികളൊന്നുമില്ലാതെ ആഘോഷിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സർക്കാരിൻ്റെ ഒരു വിപണി ഇടപെടൽ എന്ന് പറയുന്നത്. കാരണം സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ്, ഹോർട്ടികോർപ്പ് തുടങ്ങി എല്ലാ മേഖലകളിലും സർക്കാർ കൃത്യമായ ഇടപെടൽ നടത്തി വിലക്കയറ്റം നിയന്ത്രിച്ച് ആളുകളിലേക്ക് കുറഞ്ഞ വിലയിലേക്ക് സാധനങ്ങൾ എത്തിച്ചത് ഇത്തവണത്തെ റമീസ്, അതിനു മുൻപ് ഈ ആഘോഷത്തിന്റെ ഒരു ചോദ്യം കൂടി ആകാമെന്ന് കരുതിയിട്ടാണ്. എനിക്കറിയാം ഇന്ന് റമീസ് പ്രത്യേകിച്ച് അത്തരം വിവരങ്ങളുമായി തയ്യാറായിട്ടുണ്ട് എന്നുള്ളത്. അത് നേരത്തെയുള്ള ദിവസങ്ങൾ നമ്മൾ ഈ സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകൾ മലയാളികൾക്കൊപ്പം എങ്ങനെ ചേരുന്നു എന്നതുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ട് ദിവസങ്ങളിൽ ആ കാഴ്ചകൾ നമ്മൾ കണ്ടു. റമീസ് തന്നെ ആ റിപ്പോർട്ടുകൾ നിരവധി തവണ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും സമൃദ്ധമായി ഓണം കൊണ്ടാടാൻ, തിരുവോണം ദിനം ഉൾപ്പെടെ ആഘോഷിക്കാൻ സംസ്ഥാന സർക്കാർ ചേർന്ന് നിന്നു അല്ലേ ജനങ്ങൾക്കൊപ്പം? തീർച്ചയായും അങ്ങനെ തന്നെ പറയാം. കാരണം ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിലോ അല്ലെങ്കിൽ ആധിയില്ലാതെ മറ്റു പ്രയാസങ്ങളില്ലാതെ മറ്റ് ടെൻഷനൊന്നും ഇല്ലാതെ 1500 രൂപയുടെ സാധനങ്ങൾ 930 രൂപയ്ക്ക് കൺസ്യൂമർ ഫെഡിലും മറ്റും സ്റ്റോറുകളിൽ നിന്ന് ലഭ്യമാവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 13 സാധനങ്ങൾ സദ്യയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെയും തന്നെ കുറഞ്ഞ വിലയിൽ സബ്സിഡിയിൽ ലഭ്യമാവുക എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് വലിയ രീതിയിൽ സഹായകരമാണ്. മാത്രമല്ല, ഈ ഒരു മലബാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞതാണ് നോൺ വെജ് സദ്യ. ഓണവിപണിയിൽ സീസൺ കാലങ്ങളിലെല്ലാം തന്നെ നമ്മുടെ മാർക്കറ്റുകളിൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നതാണ്. പ്രത്യേകിച്ച് ചിക്കൻ പോലത്തെ ഇറച്ചി ഐറ്റംസിന് ഈ സമയത്താണ് കെ ചിക്കൻ്റെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത്. കാരണം കുടുംബശ്രീ കേരള ചിക്കൻ അത് മറ്റ് മാർക്കറ്റിലുള്ള ചിക്കൻ്റെ വിലയേക്കാൾ കുറഞ്ഞ വിലയിലാണ്. അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഓണവിപണിയിൽ ചിക്കൻ വില നിലവിൽ 200-ന് മുകളിലാണ്. അപ്പോൾ കുടുംബശ്രീയുടെ കേരള ചിക്കന് 180-ൻ്റെ അടുത്ത് മാത്രമേ വിലയുള്ളൂ. അപ്പോൾ ആ തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ കൺസ്യൂമർ ഫെഡിൻ്റെ ആയിക്കോട്ടെ, സപ്ലൈകോയുടെ ആയിക്കോട്ടെ, ഹോർട്ടികോർപ്പിൻ്റെ ആയിക്കോട്ടെ, ഇത് മാത്രമല്ല കേരള കുടുംബശ്രീ ചിക്കൻ, അതുപോലെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സംരംഭങ്ങളിലെല്ലാം തന്നെ ജനങ്ങൾക്ക് ആധിയില്ലാതെ മറ്റ് പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ഓണം ആഘോഷിക്കാനുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്. മാത്രമല്ല, സംസ്ഥാനത്തൊട്ടാകെ തന്നെ 1500ഓളം സഹകരണ ചന്തകളാണ് ആരംഭിച്ചത്. അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡിൻ്റെ 190-ലധികം സ്റ്റോറുകളും അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള തിരക്കുകളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ കാണുന്നുണ്ടായിരുന്നു. ഇന്നലെ വരെ ഉത്രാടപ്പാച്ചിലിൻ്റെ ദിനങ്ങളിൽ വരെ വലിയ രീതിയിൽ ഇതിൻ്റെ ഒരു തിരക്ക് കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി GR അനിൽ, ഭക്ഷ്യവകുപ്പ് മന്ത്രി, മാധ്യമങ്ങളെ കണ്ടപ്പോഴും അതിന് കൃത്യമായൊരു കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള കച്ചവടങ്ങൾ 92% ആളുകളും ഈ റേഷൻ കാർഡിൻ്റെ ഉടമകളും വന്ന് സാധനങ്ങൾ വാങ്ങി എന്നുള്ളൊരു കണക്ക് കൂടി ലഭ്യമാക്കിയിട്ടുണ്ട്. അത് തന്നെ വ്യക്തമാക്കുന്നുണ്ട് എത്രത്തോളം സഹായകരമായിരുന്നു ഈ ഓണത്തിനും സർക്കാർ വിപണിയിൽ നടത്തിയെന്നുള്ളത്. അത് ജനങ്ങളിലേക്ക് ആ ഒരു ചിരി ഇത്തവണത്തെ ഓണനാളുകളിൽ എല്ലാ കുടുംബങ്ങളിലും കാണാം. കാരണം മറ്റ് സാമ്പത്തിക പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു ഓണവും നമ്മളിലേക്ക് വന്നെടുക്കുകയാണ്.
നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സർക്കാരും കൂടി സഹായകരമാവുകയാണ്. ആ ഒരു ഓണാഘോഷം, അത്തരത്തിലുള്ള ഒരു ഓണാഘോഷം നമ്മൾ വിവിധയിടങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എല്ലാ വീടുകളിലും ഞാനിപ്പോൾ ഇനി കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലേക്ക് പോകും. അപ്പോൾ വീടുകളിൽ നിന്ന് നമുക്ക് കാണാം എങ്ങനെയാണ് ഓണത്തിൻ്റെ ആ ഒരു ആഘോഷവും ആ പൂക്കളമിടലും കുട്ടികളുടെ ഒരു കളിയും ചിരിയും കുടുംബങ്ങളുടെ ഒരു സംഗമങ്ങളൊക്കെ. കാവ്യ.